ബിഗ് ബോസ് വീണ്ടും അങ്ങോട്ട് മനസ്സ് മാറുവാണ്. ഈ ബിഗ് ബോസിന്റെ മനസ്സ് മാറ്റം എനിക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. പക്ഷെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളില് ബിഗ് ബോസ് വീട്ടുകാർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ അങ്ങ് ബോധിച്ചു. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. ഇതൊരു റിവ്യൂ അല്ല, എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കെണികൾ. സാധാ പോലെ കാലത്ത് തന്നെ അടിയൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മൈക്രോവേവിന്റെ കാര്യം പറഞ്ഞാണ് അടി. ആദ്യത്തെ പ്രശ്നം, മൈക്രോവേവില് അനീഷ് സ്റ്റീലിന്റെ പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ നോക്കിയതാണ് കേട്ടോ. ജിസയിലാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോയി. അതിപ്പോ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പേടിച്ച് ഭയങ്കര റിയാക്ഷൻ കൊടുത്താണ് പറഞ്ഞേ. അത് അനീഷിന് ഒട്ടും പിടിച്ചില്ല. അനീഷാണെങ്കിൽ ആദ്യമായിട്ടാണ് മൈക്രോവേവ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്രോവേവിന്റെ കാര്യങ്ങളൊന്നും അനീഷിന് വലിയ പിടുത്തവും ഇല്ല. എന്തായാലും സ്റ്റീലോ അലൂമിനിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവാനും കത്ത് പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അനീഷിനെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ റെഡ് ഹാൻഡോടെ പിടിച്ചപ്പോ മുതല് അനീഷ് നോക്കിയിരിക്കുവായിരുന്നു ഗിസൈലിന് തിരിച്ചു കൊടുക്കാൻ. ഗിസൈലാണെങ്കിൽ മൈക്രോവേവ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ അത് പറഞ്ഞാണ് അടുത്ത അടി. എന്തായാലും ആ അടി വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടിയാണ് കേട്ടോ ഏറ്റുപിടിച്ചത്. അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഒരു അടി കാണുമ്പോഴേക്കും എല്ലാവരും വന്ന് ഇടപെടൂലോ. പിന്നെ ഇന്ന് അടുക്കളയിൽ മൊത്തം അടിയായിരുന്നു. നമ്മുടെ പുതിയ ക്യാപ്റ്റൻ വന്ന് ഇടപെട്ട് കഴിഞ്ഞപ്പോ അനീഷിന്റെ വക ഒരു ഉപദേശം, എന്താ കാര്യം എന്ന് ചോദിച്ചറിയാതെ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് കേട്ടോന്ന്. ആരാ ഈ പറയുന്നേ? എന്ത് ചെയ്യാനല്ലേ. അടിയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേക്കുമാണ് ബിനി വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് വിശന്നു തുടങ്ങി, കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന്. അപ്പോഴാണ് അനീഷിന്റെ വക, അങ്ങനെ ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ വായു ഭക്ഷിച്ച് ജീവിച്ചോളെ. വായു ഭക്ഷിച്ച് ജീവിക്കാനാണെങ്കിൽ ഇവിടെ അടുക്കളയിൽ കുറച്ചു പേരെ നിർത്തിയിട്ട് കിച്ചൺ ടീം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഒനിയിലാണെങ്കിൽ പറയുന്നത് അടുക്കളയുടെ ദിവ്യത്വം അങ്ങ് നശിച്ചു പോയെന്നാ. ആര് അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ അടുക്കളയിൽ കിടന്ന് ഫുൾ അടി ഉണ്ടാക്കിയ ആളാണ് ഈ പറയുന്നത്. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ആരും കാണുന്നില്ല. പിന്നെ ഷാനവാസിന്റെ വക തുപ്പലം തെറിപ്പിക്കാതെ വേണം ഫുഡ് ഉണ്ടാക്കണം എന്നായിരുന്നു കേട്ടോ. അപ്പോ തുപ്പലം തെറിപ്പിച്ചും ഉണ്ടാക്കും, അല്ലാതെ ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കിയാലും വേണമെങ്കിൽ കഴിച്ചാൽ മതി, വേണ്ടാത്തവരങ്ങ് മാറിയിരുന്നോ എന്നാണ് അനീഷിന്റെ റിപ്ലൈ. അടിപൊളിയല്ലേ? നല്ല കിച്ചൺ ടീം, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലേ? എന്തായാലും ഒരു 10:45 11 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചു. അടുത്തത് നമ്മുടെ മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്ക് തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ബിഗ് ബോസ് മനസ്സ് മാറി മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം 2 പേരെ ക്യാമറയോ മൈക്കോ ഒന്നും ഇല്ലാത്ത ഓരോ റൂമുകളിലേക്ക് അങ്ങ് വിടും. അവിടെ കുറച്ച് നാളത്തേക്ക് അജ്ഞാതവാസം, എത്ര നാളത്തേക്കാന്ന് പറഞ്ഞില്ല, അത് നമുക്ക് വഴിയേ കാണണം. അപ്പൊ മിഡ് വീക്കിൽ കിട്ടിയ ചാൻസിന് എവിക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് സെലക്ട് ചെയ്ത 6 പേർക്കും ഒരു സമാധാനമായി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പോകുന്ന 2 പേരുടെ ഷോപ്പിംഗ് പോയിന്റ്സ് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ അവര് തിരിച്ചു വരണോ അതോ പോകണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ബിഗ് ബോസ് കളിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ബിഗ് ബോസ് ഇപ്പോ എപ്പോഴും ഇങ്ങനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കളി എങ്ങനെ പോണം എന്നുള്ളത് ബിഗ് ബോസ് ഇപ്പൊ അങ്ങ് തീരുമാനിക്കുവാണ്. എനിക്ക് തോന്നുന്നത് ആരൊക്കെ പുറത്തു പോകണം, ആരൊക്കെ നിൽക്കണം എന്നുള്ളതും കൂടി ഇപ്പൊ ബിഗ് ബോസ് തന്നെ അങ്ങ് തീരുമാനിക്കുവാണെന്ന് തോന്നുന്നു. ചിലർക്കൊക്കെ ചില ഫേവറിസം ചെയ്ത് കൊടുക്കുന്നില്ലേ എന്നുള്ള ഒരു തോന്നല് എനിക്ക് ഫസ്റ്റ് ഡേ മുതലുള്ളതാണ് കേട്ടോ. ഇനി ഈ പ്രാവശ്യത്തെ ഗെയിമില് ചെറിയൊരു പണിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പേരും 2 പേരെ വെച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യണം. ചിലരങ്ങ് വയ്യാത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഈ ഗെയിം ഒന്നും കളിക്കുന്നില്ല, ഹെൽത്തേ നോക്കുന്നുള്ളൂ, പുറത്തു പോകാനുള്ള ഇതിലിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മാറ്റിയതാണോ ബിഗ് ബോസിന്റെ ഈ ഒരു കളി എന്ന് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസിന് പുറത്തു വിടാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു വെച്ചേക്കുന്ന കുറെ പേര് ബിഗ് ബോസിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരുന്നോ? തോന്നിയെങ്കിൽ അത് കമന്റ് ബോക്സിലൊന്ന് പറയണേ. അവിടെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അനീഷ് ഏറ്റവും വെറുപ്പിച്ചുകൊണ്ടിരുന്ന ശരത്തിനെയും അനുമോളിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഏത് ടാസ്കിന് വേണ്ടി. ഒനിയിലാണെങ്കിൽ തൊട്ടു മുന്നേ ഒന്ന് വെറുപ്പിച്ചുകൊണ്ടിരുന്ന അക്ബറിനെയും നമ്മുടെ ഷാനവാസിനെയാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സെലക്ട് ചെയ്ത ഓരോ ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണ് ചെയ്തേ. വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കളിച്ചത്. അനീഷ് സെലക്ട് ചെയ്ത ശരത്തും അനുമോളും കൂടെ താക്കോല് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ശ്രമിച്ച് താക്കോല് എടുത്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനീഷിനെയാണ് ആ സമയത്ത് അവിടെ കണ്ടത്. എനിക്ക് അധികം കോയിൻ പറക്കി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ അക്സസറീസ് ഒക്കെ ഫുൾ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് പോയി കോയിൻ പറക്കിയാൽ മതി എന്നാണ് അനീഷിന്റെ വക. അങ്ങനെ അനീഷിന് അകപ്പാടെ 3 കോയിനെ അവിടെ നിന്ന് പറക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലും അനീഷ് അതിൽ വളരെ ഹാപ്പിയാണ്. ജിസയിൽ ഇപ്പോഴും ഡ്രസ്സിന്റെ കാര്യത്തിലും മേക്കപ്പിന്റെ കാര്യത്തിലും ഒക്കെ ഒഴിവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇപ്പൊ ഇന്ന് യൂണിഫോം ഇടാതെയാണ് നടക്കുന്നത്. യൂണിഫോം കീറിപ്പോയെന്നാണ് ജിസേല് പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്നുള്ളത്. ഇനി മേല അത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഗിസൈലിന് ബിഗ് ബോസ് അറിഞ്ഞാണോ അറിയാതെയാണോ കുറെ അടിപൊളി ഡ്രസ്സുകൾ നമ്മുടെ ബോക്സിലിട്ട് കൊടുത്തു എന്നാണ് ഗിസൈല് പറയുന്നത്. അപ്പൊ അതൊക്കെ എടുത്താണ് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഗിസൈല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഗിസൈലിന്റെ കയ്യിൽ കുറെ സ്പ്രേയും ഫേസ് വാഷും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബിഗ് ബോസ് രണ്ടുപേരെ വിട്ട് ഗിസൈലിന്റെ ഫുൾ സാധനങ്ങൾ അരിച്ചു പറക്കി കുറെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയും എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണേണ്ടി വരും. എന്നാലും ഒരു ഇത്രയും വലിയ റൂള് തെറ്റിച്ച് ഒരാളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാവോ ബിഗ് ബോസെ? അത് ഒരു ഫേവറിസം കാണിക്കലല്ലേ? ഗിസൈലിന്റെ ഈ കാര്യം ചോദിക്കാൻ ചെന്ന അനുമോളോട് ഗിസൈല് പറഞ്ഞത് ഇച്ചിരി വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ളവർക്ക് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ കീറിപ്പോവും എന്നാണ്. അത് ഗിസൈല് സ്വന്തമായിട്ട് കീറിയതാണോ അതോ ഇട്ടിപ്പോ കീറിയതാണോ എന്നുള്ളതൊക്കെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിരുന്നു. ഹൈറ്റ് എന്ന് കേട്ടപ്പോഴേ അനുമോൾ ഓടി കേട്ടോ. കരയാനാ. ഹൈറ്റ് എന്ന് കേട്ടാ വലിയ സങ്കടമാ. ഹൈറ്റ് കുറവായതുകൊണ്ടേ. എന്നെ ഭംഗിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ ഹൈറ്റ് ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നാണ് അനുമോള് പറയുന്നത്. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ തക്കാളിക്കള്ളൻ വീണ്ടും തക്കാളി കട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും മാഷ് നല്ല അടിപൊളിയായിട്ട് കപ്പില് നമ്മുടെ തക്കാളി ഉടച്ച് നല്ല പഞ്ചസാര ഐസൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ നൂറയാണ് കേട്ടോ ഇത് പൊക്കാൻ ചെന്നയാളെ പ്രലോഭിപ്പിച്ച് കുറച്ച് തക്കാളിയും കൂടെ കൊടുത്ത് കള്ളത്തിന്റെ പങ്ക് പറ്റിയ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കട്ടതിൽ ഈക്വൽ പങ്കാണ് എന്നാണ് നമ്മുടെ നെവിൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും അടിപൊളിയായി. കക്കാനൊന്നും ഞാൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂറ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ അക്ബർ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ രേണുവിന്റെ അടുത്തുനിന്ന് നല്ല വാക്ക് കേൾക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാണ് ഈ നല്ലൊരു ഹാർട്ടിന്റെ ഷേപ്പിൽ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഒന്ന് സോപ്പിടാൻ വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഷാരിക കെബിയുടെ കുറച്ച് ഉപദേശങ്ങൾ അതിന്റെ ഇടയിൽ നടന്നതുകൊണ്ട് രേണു ആണെങ്കിൽ അത് ക്ഷമിക്കേയില്ല എന്നുള്ള രീതിയിലേക്ക് തീരുമാനം എടുത്തേക്കാണ്. ഒരുവിധം മയമായി വരുവാറുന്നു. അപ്പോഴാണ് ഒരാള് അവിടെ കയറി കല ഉടയ്ക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ? ഇതിലും കൂടുതൽ ഒരാൾക്ക് ഒരു കാര്യത്തിന് ശ്രമിക്കാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഇന്നു മുതല് ജീവിത കഥ റൗണ്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് 3 പേർക്കാണ് ചാൻസ് കിട്ടിയേക്കുന്നത്. രേണു, സരിക കെബി, പിന്നെ ഒനീലുമാണ്. എന്തായാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കഥ പറയുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഒനീല് മാത്രമാണ് എല്ലാവരെയും ഒന്ന് കരയിച്ചേ. അപ്പൊ ഇനി ബാക്കിയുള്ളവരുടെ കഥകളൊക്കെ നമുക്ക് വഴിയെ കാണണം. ഈ ബിഗ് ബോസ് എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറുന്നേ എന്നുള്ളത് എനിക്കങ്ങ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല. ഇനി ചിലർക്കൊക്കെ ഫേവറിസം ചെയ്ത് നിൽക്കാനാണോ എന്നും ഒരു തോന്നല്. ഇതുപോലെ ഇതുവരെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സസ്പെൻഷന്റെ അടുത്ത ടാസ്കുകളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.